പല അലിഗേഷൻസും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾഡ് ഇതിൽ എന്തൊക്കെയോ യൂസ് ചെയ്ത് വേറെ ആൾ ഇത് കൊടുത്തു. അത് എന്നാൽ പിന്നെ ആദ്യം അങ്ങനെ ചെയ്താൽ പോരെ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കേണ്ട ആവശ്യം എന്താ? അത് എന്തൊരു പൊട്ടത്തരാന്നത്. ഇതിപ്പോ എന്താ ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നു, ഇത് യൂറിൻ കൊടുത്തു. ഇനി ബാക്കി എന്താണ് റിസൾട്ട് വരട്ടെ. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വരട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. GTA6 ഓർഡറാണ് എന്താ ഈ പറയുന്നത്. അതെല്ലാം ആക്ക കഴിച്ചു. ഞാനിപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ലേ ഞാൻ മൊത്തത്തിലൊരു ഇതായിട്ടുള്ളത്. കാരണം എനിക്ക് എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇതിപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാരെ തെളിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. സോ നമുക്ക് നോക്കാം. മനസ്സിലാവും. റിസൾട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് റിസൾട്ടിൽ എന്താ പറയുന്നത് നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് തന്നെ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോട്ടെ, കുഴപ്പമില്ല. അല്ല പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പം എന്ത് കാണിച്ചാലും വിശ്വസിക്കാത്ത കൂട്ടത്തിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞതിൻ്റെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ലൈവായിട്ട് ഇവിടെ വരുന്നു. ലിയോ ലാബിൽ നിന്നാണ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു, അവരിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരും, 2 മണിക്കൂറിൽ റിസൾട്ട് വരും. റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് നോക്കാം. എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതാകാൻ ഞാൻ തയ്യാറാണ്. അല്ല, അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം എനിക്കിതിൽ എനിക്ക് കുറച്ച് ഉപകാരം ചെയ്ത് തന്നെ ഇപ്പം നിർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ വേറൊരു കുറച്ച് പരിപാടികളിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അവർക്ക് പോലും ഈ പറഞ്ഞ പോലെ ഡൗട്ടും കാര്യങ്ങളും ആയി. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ കൂടെ നിൽക്കും. നമുക്ക് നോക്കാം, സത്യമാണോ ഇതാണോ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം. ഇതിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇതല്ലേ, ഇതിൽ വേറെ ഞാൻ ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റേ കോപ്പിയിൽ കള്ളത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ ആളെ വിളിച്ച് ഇതാക്കിയോ ഒന്നുമല്ലല്ലോ. വ്ളോഗല്ലല്ലോ, ഇതിൽ കട്ടില്ലല്ലോ. ഇതിലിതാ ഞാൻ നേരെ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് അതോറിറ്റീസിനെ വിളിച്ച് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. കണ്ണൂരിലുള്ള ഈ ബ്രാഞ്ചിൽ ആ വണ്ടി തിരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു, ഇവിടെ നമ്മൾ എടുക്കുന്നു, ഇതാക്കുന്നു. റിസൾട്ട് നമുക്ക് എന്താ നോക്കാം. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. എന്താണോ ഉള്ളത് അത് അതുപോലെ നമുക്ക് കാണിക്കാം. ഈ കട്ടോ പരിപാടികളോ വേറെ ഒന്നുമില്ല, നമുക്ക് നോക്കാമല്ലോ. വരുന്നുണ്ടോ? അതിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടോ? എല്ലാ ടെസ്റ്റും ഉണ്ട്. റിസൾട്ട് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് സംസാരിക്കാനോ ഈ പറഞ്ഞ ഇത് ചാറ്റ് നമുക്ക് റിപ്ലൈ ചെയ്യാനോ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, നമുക്ക് റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതല്ലേ അതിൻ്റെ ന്യായം. വെറുതെ ഈ കമൻസ് അടിച്ച് ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ നോ പോണ സംഭവം നമുക്ക് കാണിക്കാം. പറഞ്ഞ പോലെ സംഭവം കാണിച്ചിട്ട് സംസാരിക്കാം. അതല്ല അതിൻ്റെ ന്യായം അല്ലേ? അതല്ല അതിൻ്റെ ന്യായം. ഞാൻ ഇവിടെ വന്നു, ഈ പറഞ്ഞ പോലെ സംഭവം കാണിക്കുന്നു, ബാക്കി നമുക്ക് നോക്കാം. അതല്ലേ അതിൻ്റെ ഇത്. അല്ലാണ്ട് വ്ളോഗിൽ ഇപ്പം എനിക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തും ചെയ്യാമല്ലേ? നമുക്ക് വേറെ ആളെ ഇത് കൊടുക്കാം, എന്തും എനിക്ക് ചെയ്യാം അല്ലേ? നമുക്ക് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നത്. അപ്പം ലൈവിൽ തന്നെ നമുക്ക് നോക്കാം. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. പറഞ്ഞോ. ലൈവ് ഉണ്ടോ ഇന്ന്? ലൈവ് ഇന്ന് ഉണ്ടാവില്ലടാ. ഇതിപ്പോൾ തീരുമ്പോൾ തന്നെ ഇതിപ്പോൾ രണ്ട് മണിക്കൂറല്ലേ പറഞ്ഞത്.
6:30 മണിയാവും ഇത് തീരാൻ വേണ്ടി, ഈ ലൈവ് തീരാൻ വേണ്ടിയിട്ട്. സോ ഇത് തീർന്നിട്ട് അള്ളാനുമോ പോലീസ് വണ്ടി ബാക്കില. നോ കമൻസ്, നോ ചാറ്റ്. നമുക്ക് നോക്കാം, റിസൾട്ട് നോക്കാം. റിസൾട്ട് സംസാരിക്കട്ടെ. ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ അന്നും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നത്, ഇന്നും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കാന്നാ പറഞ്ഞത്. അപ്പോൾ ഹാർഡ് കോപ്പി ഞാൻ കാണിച്ചതിനെ കൊണ്ട് കാര്യമില്ല. കാരണം അത് ഞാൻ കള്ളത്തരം കാണിച്ചതെന്നേ പറയൂ. അത് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. അത് വേണമെങ്കിൽ ഞാൻ ഒരു വ്ളോഗാക്കിയിട്ട് ഹാർഡ് കോപ്പി ഞാൻ ഇടുന്നത് ഞാൻ കാണിക്കും. ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അത് ഫയലായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് കാണിച്ചാലും ഈ പറഞ്ഞ പോലെ ഞാൻ തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി എന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നോക്കാം. അതല്ലേ അതിൻ്റെ ന്യായം. സോ നമുക്ക് അങ്ങനെ പോവാ ഗൈസ്. ലൈവ് കട്ടായോ? ഓക്കെ. അപ്പൊ ഇതില് എനിക്ക് മാത്രല്ല പ്രോബ്ലംസ് വന്നത്. ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇതിലേക്ക്. അതിന്റെ വ്ളോഗ് ഇപ്പൊ ഇന്ന് രാത്രിയോ നാളെ ആയിട്ട് അതിന്റെ വ്ളോഗ് വരും. അപ്പോ അത് അവർക്കും കൂടി ഈ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടെ നിൽക്കുന്ന ആളുണ്ട്, മനസ്സിലായി, ഒരു ടീമുണ്ട്. അപ്പൊ അവർക്കും കൂടി ഈ പറഞ്ഞ പോലെ ഇതില് സംശയം വരാനും പ്രശ്നങ്ങൾ വരാനും ഇതായി. അപ്പൊ അവര് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് ഇത് കാണിച്ച് ഇത് തീർക്ക്, അങ്ങനെ ഇത് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് വന്നിട്ട് 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ലാഗോ കാര്യം ഒന്നും കുഴപ്പമില്ല. ഇത് കാണിച്ച് ഇതിന്റെ സത്യം കാണിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ, മനസ്സിലായോ? ഇതിന്റെ സത്യം കാണിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പൊ 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും എത്ര മണിക്കൂറായാലും ഇതെന്താന്ന് നമുക്ക് നോക്കാം. അതല്ലേ അതിന്റെ ഇത്, നമുക്ക് നോക്കാം. ആ സോ എത്ര ഇതാണെങ്കിലും ഞാൻ ഫോൺ നോക്കുന്നില്ല. നമുക്ക് അറിയില്ല ചാറ്റ് എന്താ പറയുന്നതെന്നും എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് അതുകൊണ്ട് എന്ത് പോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് റിസൾട്ട് വരട്ടെ കഴിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇത് വെറുതെ ഭായിനെ കൊണ്ട് പറയല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ ഞാനിത് എങ്ങനെ ഇനിയിപ്പോ ഹാർഡ് കോപ്പി കാണിക്കുമ്പോൾ പറയുന്ന ഹാർഡ് കോപ്പി ഫേക്ക് ചെയ്യാൻ പറ്റും, അതിൽ വേറെ ആളെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ അതില്ല. അപ്പൊ ഇതെന്താ, ഇതിന്റെ അർത്ഥം എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അല്ല, സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടതിനോടൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം മൂപ്പര് ഈ പറഞ്ഞ സംശയം തോന്നി അത് ഇതാക്കി. പക്ഷെ അത് സംശയത്തിന്റെ ഒരു മാർക്ക് അവിടെ വെക്കണമായിരുന്നു, അല്ലാതെ കംപ്ലീറ്റ്ലി ഇത് പറയരുതായിരുന്നു ബ്രോ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സംശയത്തിന്റെ ഒരു ഇത് അവിടെ വെക്കണമായിരുന്നു. കംപ്ലീറ്റ്ലി ഒരാളെ ഇതാക്കരുത്. നമുക്ക് എന്തായാലും ഇപ്പൊ നോക്കാം, റിസൾട്ട് വരട്ടെ, എന്താന്നുള്ള കാര്യം വരട്ടെ, നോക്കാം. ഓക്കെ, ഇതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് 3 ആഴ്ച ഉണ്ടാവുന്നല്ലേ പറയുന്നത്. ഇതിപ്പോ ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇതാക്കിയത്. അപ്പൊ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അതല്ല അതിന്റെ ന്യായം. റിസൾട്ട് വരട്ടെ. അതിപ്പോ എത്ര സമയമായിട്ടാണെങ്കിലും റിസൾട്ട് മേടിച്ച് അത് നിങ്ങളെ കാണിച്ചിട്ടേ ഞാൻ ലൈവ് എൻഡ് ചെയ്യുന്നുള്ളൂ. ഇതെന്താ പറയണ, ഒന്ന് തീരുമ്പോ ഒന്ന്, ഇതൊരു തീരാത്ത ഇതുപോലെ ഒരു ട്രെയിൻ പോലെ, ഒന്ന് തീരുമ്പോക്ക് വേറൊന്ന്, ഒന്ന് തീരുമ്പോക്ക് വേറൊന്ന്, ഇതിങ്ങനെ നിർത്താണ്ട് പോയെന്ന്. ആരോടും പരാതിയില്ല, ഒന്നുമില്ല. എന്തായാലും റിസൾട്ട് തരട്ടെ. റിസൾട്ട് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ തന്നെ നടന്ന്